നമസ്കാരം, നക്ഷത്രാസ് വ്ലോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മൾ യൂട്യൂബിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ യൂട്യൂബിനെ സംബന്ധിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവരും യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കാശ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ടൈം പാസിന് വേണ്ടിയിട്ട് ആരും ഇത്രയും സമയവും ഒക്കെ മെനക്കെടുത്ത് എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടുന്നില്ലല്ലോ. നമ്മുടെ ചാനൽ മൊണറ്റൈസ് ആയതിനു ശേഷവും റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ നാൾ കാത്തിരിക്കേണ്ടി വരുന്നവരുണ്ട്. അതുപോലെ ആദ്യത്തെ വരുമാനം കിട്ടിയിട്ടും അത് പോരാ എന്ന് വിചാരിക്കുന്നവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം നമ്മുടെ യൂട്യൂബ് വരുമാനം, യൂട്യൂബ് റവന്യൂ എങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാം. ഇപ്പൊ $100 കിട്ടേണ്ടടുത്ത് $200 ആക്കി എങ്ങനെ നമുക്ക് മാറ്റാൻ സാധിക്കും. യൂട്യൂബ് നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്ക് പൈസ തരുന്നത് യൂട്യൂബിന്റെ ആസ്തി വരുമാനത്തിൽ നിന്നൊന്നുമല്ല. അതായത് യൂട്യൂബിൽ നമ്മൾ ഓരോ വീഡിയോസ് ഇടുമ്പോഴും അതിനിടയ്ക്ക് ഓരോ അഡ്വർടൈസ്മെന്റ്സ് കാണിക്കുന്നുണ്ട്. ഈ പരസ്യങ്ങളിൽ നിന്നുള്ള വരുമാനമാണ് നമുക്കും കിട്ടുന്നത്. ഒരു പരസ്യം യൂട്യൂബ് നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കുമ്പോൾ യൂട്യൂബിന് $100 കിട്ടുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ $45 യൂട്യൂബ് എടുത്തിട്ട് $55 നമുക്ക് തരുന്നു. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഒരു വീഡിയോയ്ക്ക് 1000 വ്യൂസ് നമുക്ക് കിട്ടിയാൽ അതിൽ നിന്നും ചില്ലറ ഡോളേഴ്സ് കിട്ടുന്ന ആൾക്കാരും ഉണ്ട്, $8-10 ഒക്കെ കിട്ടുന്ന ആൾക്കാരും ഉണ്ട് 1000 വ്യൂസിൽ നിന്ന് തന്നെ. ഇതൊക്കെ കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റത്തിലൂടെയാണ് സംഭവിക്കുന്നത്. ആ ഒരു സിസ്റ്റം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കും കൂടുതൽ റവന്യൂ നേടാനായിട്ട് സാധിക്കും. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു ടൈറ്റിൽ ഇടുമല്ലോ. ടൈറ്റിൽ ആദ്യം ഇടുന്നു, അതിന് ശേഷമാണ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ടൈറ്റിൽ എഴുതുമ്പോൾ അത് ഇംഗ്ലീഷിൽ തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. ആദ്യത്തെ ഒരു ലൈനെങ്കിലും ഇംഗ്ലീഷിൽ തന്നെ എഴുതിയിരിക്കണം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ 90% ആൾക്കാരും വീഡിയോസ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നത് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ എല്ലാ ഭാഷയിലുള്ള ആൾക്കാരും ഇംഗ്ലീഷിലാണല്ലോ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക്, മറ്റ് ഭാഷകളിലേക്കും നമ്മുടെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യപ്പെടാനായിട്ട് ഇത് ഉപകരിക്കും. കൂടുതൽ ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്യപ്പെടും. അതുകൊണ്ട് നമ്മുടെ മാതൃഭാഷയിലല്ലാതെ ഇംഗ്ലീഷിൽ തന്നെ ടൈറ്റിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ നമ്മൾ തംബ്നെയിൽ ഇടുമ്പോൾ അതിൽ നമുക്ക് മാതൃഭാഷയും കൂടി ഉൾപ്പെടുത്താം. ഇംഗ്ലീഷിലും കൂടി അതിൻ്റെ ടൈറ്റിൽ എഴുതുക, മാതൃഭാഷയിലും എഴുതുക. അപ്പോൾ തംബ്നെയിൽ വെച്ചിട്ട് സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാകും ഇത് ഏത് ഭാഷയിലുള്ളതാണെന്ന് മനസ്സിലാവുകയും അത് കൂടുതൽ മലയാളി, ഇപ്പം നമ്മൾ മലയാളത്തിലാകുമ്പോൾ ചെയ്യുന്നതുകൊണ്ട് മലയാളീസ് കൂടുതലായിട്ട് കാണും. എങ്കിലും അതിലൊരു ഇംഗ്ലീഷ് സബ് ടൈറ്റിലെങ്കിലും വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ടൈറ്റിൽ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ യൂട്യൂബിൽ ചെറുതും വലുതുമായിട്ടുള്ള പല വീഡിയോസും അപ്ലോഡ് ചെയ്യാറുണ്ട്. നമ്മുടെ വീഡിയോയുടെ ടൈമിംഗ് എന്ന് പറയുന്നത് ചിലർ ലോങ് വീഡിയോസ് ചെയ്യുമ്പോൾ 2 മിനിറ്റിൻ്റെ വീഡിയോ ചെയ്യാറുണ്ട്, ചിലപ്പോൾ 5 മിനിറ്റിൻ്റെ വീഡിയോസ് ചെയ്യാറുണ്ട്, സ്ഥിരമായിട്ട് ഷോർട്ട് വീഡിയോസ് ചെയ്യാറുണ്ട്. എങ്കിലും ആഴ്ചയിൽ ഒരു 3 വീഡിയോസ് എങ്കിലും 8 മിനിറ്റിൽ കൂടുതലുള്ളത് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്നാന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ പരസ്യം വരാൻ വേണ്ടിയിട്ട് 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസിലാണ് അങ്ങനെ വരിക. നമ്മൾ പരസ്യം ഇടുമ്പോൾ ചിലപ്പം വീഡിയോയുടെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു പരസ്യം വരും, അവസാനം ഒരു പരസ്യം വരും. ഇപ്പോൾ ഷോർട്ട് വീഡിയോസ് ഒക്കെ ആണെങ്കിൽ, വളരെ ചെറിയ വീഡിയോസ് ആണ് നമ്മൾ ഇടുന്നതെങ്കിൽ കൂടുതൽ പരസ്യം വരില്ലല്ലോ. ചെറിയ ഒരു പരസ്യമൊക്കെ ആയിരിക്കും അതിൽ വരിക. പക്ഷെ 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് ഇടുമ്പോൾ അതിനകത്തിന് മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ പരസ്യം വരാനായിട്ട് കാരണമാകും. നമുക്ക് റവന്യൂ കിട്ടുന്നത് പരസ്യങ്ങളിലൂടെയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മുടെ വീഡിയോയിൽ മാക്സിമം പരസ്യങ്ങൾ വരണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ വലിച്ചു നീട്ടി വലിയൊരു ലെങ്തിൽ വീഡിയോ ചെയ്യണം എന്നല്ല, നമ്മൾ എപ്പോഴും സ്ക്രിപ്റ്റഡ് ആയിട്ട് വേണം വീഡിയോസ് ചെയ്യേണ്ടത്. ഒരു കൃത്യമായ സ്ക്രിപ്റ്റ് എഴുതി ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ആൾക്കാർക്ക് വ്യക്തമായി മനസ്സിലാവുന്ന രീതിയിൽ വേണം നമ്മൾ ഓരോ വീഡിയോസും ചെയ്യാനായിട്ട്. ഒത്തിരി ലെങ്തി ആയിട്ട് വലിച്ചു നീട്ടുകയും വേണ്ട, എന്നാൽ അത്യാവശ്യം പരസ്യങ്ങൾ നമ്മുടെ വീഡിയോയിൽ വരികയും വേണം. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായല്ലോ. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും പബ്ലിഷ് ആക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മൊണറ്റൈസേഷൻ ഓൺ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വരുമല്ലോ. മൊണറ്റൈസ്ഡ് ആയിട്ടുള്ള ചാനലുകൾക്കാണ് കേട്ടോ ഞാൻ പറയുന്നത്. മൊണറ്റൈസേഷൻ ഓൺ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ലോങ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ മൊണറ്റൈസേഷൻ എനേബിൾ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് എവിടെയൊക്കെ അഡ്വർടൈസ്മെന്റ് വേണം, പരസ്യങ്ങൾ വരണം എന്നുള്ളതിൻ്റെ ഒരു ഓപ്ഷൻ വരും. അതിനകത്ത് നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കുന്ന എല്ലാം തന്നെ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനകത്ത് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന അഡ്വർടൈസ്മെന്റ്സ്, സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത അഡ്വർടൈസ്മെന്റ്സ്, വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ എൻഡിങ്ങിൽ, അങ്ങനെ അഡ്വർടൈസ്മെന്റ് കൊടുക്കേണ്ട പൊസിഷൻസ് വരെ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് എനേബിൾ ചെയ്യാൻ ഏതൊക്കെ സാധിക്കുമോ അതെല്ലാം എനേബിൾ ചെയ്തിടുക. ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്യരുത്. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ,
നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഓവറോൾ ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പല്ല, പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഓവറോൾ ചെക്ക് ചെയ്യുക. അതായത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടോ, ടാഗ് എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടോ, നമ്മുടെ തംബ്നെയിൽ എല്ലാം ഓക്കെ ആണോ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുക. ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ഒരു പ്രധാന കാര്യം കൂടി ചെക്ക് ചെയ്യാനുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അഡ്വർടൈസ്മെന്റ് അലോ ചെയ്യുന്ന കാര്യം, ഈ ആഡ് എവിടെയൊക്കെ വരണം എന്നുള്ള കാര്യം. ഒരു 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ 8 മിനിറ്റിൽ എവിടെയൊക്കെ നമുക്ക് പരസ്യങ്ങൾ വരണം എന്നുള്ളത് മാനുവൽ ആയിട്ട് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് എവിടെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ആപ്ലിക്കേഷനിലല്ലാതെ നമ്മൾ ക്രോം ബ്രൗസർ ത്രൂ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യണം. അങ്ങനെ ക്രോമിൽ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടുന്നില്ലാത്തവർ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോണിൽ ഓൾറെഡി ചിലപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയുടെ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. അത് അൺഇൻസ്റ്റാൾ ചെയ്യുക ആദ്യമേ. അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പം ക്രോം ബ്രൗസറിൽ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അവിടെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഏറ്റവും താഴെയായിട്ട് എൻഡ് സ്ക്രീനും കാർഡും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ താഴെ തന്നെ നമുക്ക് മാനുവലായിട്ട് അഡ്വർടൈസ്മെൻറ്റ് സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. അത് കറക്റ്റായിട്ട് 8 മിനിറ്റിൽ ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ, അടുത്ത 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ, അങ്ങനെ കറക്റ്റായിട്ട് എത്ര എണ്ണം നമുക്ക് കൊടുക്കാൻ പറ്റുമോ അത്രയും, ചിലപ്പോൾ 3-4 എണ്ണം വരെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അത് കൃത്യമായിട്ട് നമ്മൾ മാനുവലായിട്ട് തന്നെ സെറ്റ് ചെയ്യാം. അത് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി അലൗഡായി കിടക്കുകയായിരിക്കും. ആ ഓപ്ഷൻ മാറ്റി മാനുവലായിട്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. 5ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൈറ്റിൽ എഴുതുമ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ ഇംഗ്ലീഷിൽ തന്നെ ടൈറ്റിൽ എഴുതുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുകൂടാതെ ടൈറ്റിലിൽ ഒരു കാരണവശാലും ബ്രാൻഡഡ് കമ്പനീസിൻ്റെയോ ബ്രാൻഡഡ് പ്രോഡക്ട്സിൻ്റെയോ പേര് ഉൾപ്പെടുത്താൻ പാടില്ല. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ബ്രാൻഡഡ് സോപ്പിൻ്റെയോ കാറിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ പേര് നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ യൂട്യൂബ് അത് റെക്കമെൻഡ് ചെയ്യത്തില്ല. നമുക്ക് തംബ്നെയിലിൽ അത് ഉൾപ്പെടുത്താം. തംബ്നെയിലിൽ ഇന്ന പ്രോഡക്റ്റ് യൂസ് ചെയ്തതുകൊണ്ട് എനിക്ക് വന്ന മാറ്റങ്ങളോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ തംബ്നെയിൽ ഉൾപ്പെടുത്താം. പക്ഷേ അത് സെർച്ചിങ്ങിൽ പോകുന്നതല്ല. പക്ഷെ ടൈറ്റിലിൽ നമ്മൾ ആ ഒരു പ്രോഡക്റ്റിൻ്റെ പേര് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ യൂട്യൂബ് അത് റെക്കമെൻഡ് ചെയ്യത്തില്ല. അതായത് ഫ്രീ ആയിട്ടൊരു ബ്രാൻഡിന്റെ പരസ്യം കയറി പോകുന്നത് യൂട്യൂബ് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കത്തില്ല. ഇവിടെ നമ്മൾ വീഡിയോയിൽ ചെയ്യുന്ന കണ്ടന്റ് അല്ല പ്രശ്നം, നമ്മുടെ ടൈറ്റിൽ കീവേഡ്സ് ആണ് പ്രശ്നം വരുന്നത്. ഇങ്ങനെ വരുന്ന നമ്മൾ ടൈറ്റിൽ ഒരു ബ്രാൻഡിന്റെ പേരും പ്രോഡക്റ്റിന്റെ പേരും ഉൾപ്പെടുത്തുമ്പോൾ അത് സെർച്ചിങ്ങിൽ കയറിപ്പോകും. സെർച്ചിങ്ങിൽ കയറി പോകുമ്പോഴത്തേക്കും യൂട്യൂബിന് ഇതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വരുന്നില്ല. അതായത് യൂട്യൂബിന് റവന്യൂ കിട്ടുന്നില്ല അഡ്വർടൈസ്മെന്റ് കൊണ്ട്, ഇവരുടെ അഡ്വർടൈസ്മെന്റ് കയറി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുന്ന കാര്യങ്ങൾ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യാനായിട്ട് ഇച്ചിരി മടിക്കും. പക്ഷേ ഇത്തരം വീഡിയോസിന് വ്യൂസ് ഭയങ്കരമായിട്ട് കിട്ടുമായിരിക്കും. ചിലപ്പോൾ ഒരു ബ്രാൻഡൊക്കെ ആയിരിക്കുമ്പോഴത്തേക്കും അത് സെർച്ച് ചെയ്യുന്നത് കൊണ്ട് വ്യൂസ് നന്നായിട്ട് കിട്ടുമായിരിക്കും ഈ വീഡിയോസിന്. പക്ഷേ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യാത്തത് കൊണ്ട് റവന്യൂ ഭയങ്കര കുറവായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംശയം വരും, അപ്പോൾ ഒരുപാട് ആൾക്കാർ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുന്നില്ലേ, പ്രോഡക്ട്സിൻ്റെയും കമ്പനിയുടെയൊക്കെ പ്രൊമോഷൻസ് ഒരുപാട് ചെയ്യുന്നുണ്ടല്ലോ, അതിനൊക്കെ വ്യൂസ് ഒരുപാടുണ്ടല്ലോ എന്ന് ചോദിക്കായിരിക്കും. ഇവിടെ എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് പ്രത്യേകം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴേ ചോദിക്കാറുണ്ട് നമ്മൾ ഇതിനകത്ത് പ്രൊമോഷൻ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന്. അപ്പോൾ പ്രൊമോഷൻ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ടിക്ക് ചെയ്തിട്ടായിരിക്കും അവർ അത് അപ്ലോഡ് ചെയ്യുക അല്ലേ. അപ്പോൾ പ്രൊമോഷൻ വീഡിയോസിൽ കൂടുതലും ആ പ്രോഡക്റ്റിൻ്റെയും കമ്പനിയുടെയും ഭാഗത്തു നിന്നുള്ള പൈസയാണ് ഈ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്നത്. യൂട്യൂബിൻ്റെ സൈഡിൽ നിന്നുള്ള വരുമാനം കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് നമുക്ക് സാധാരണ കിട്ടുന്നതിനേക്കാട്ടിലും കൂടുതലായിട്ടുള്ള വരുമാനം നേടാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഡ്വർടൈസ്മെന്റ് കറക്റ്റായിട്ട് പരസ്യങ്ങൾ എവിടേക്കാണ് നമ്മുടെ വീഡിയോയിൽ പ്ലേസ് ചെയ്യുന്നതെന്നുള്ള കാര്യം അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ തന്നെ കിടക്കുന്നുണ്ട്, നമ്മുടെ മലയാളത്തിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളും ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ഇടാത്തത്. അപ്പോൾ അങ്ങനെ ഇടുന്നതിനേക്കാട്ടിലും നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, എവിടെയൊക്കെ എങ്ങനെയാണ് പരസ്യങ്ങൾ യൂട്യൂബിൽ പ്ലേസ് ചെയ്യുന്നത്, മാനുവലായിട്ട് പ്ലേസ് ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോസ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് കൃത്യമായിട്ട് പരസ്യങ്ങളൊക്കെ അറിയില്ലാത്തവർ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. മോണറ്റൈസ്ഡ് ആയിട്ടുള്ള ചാനലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്, ടിപ്സാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഈ 5 ടിപ്സ് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ നല്ല രീതിയിലുള്ള വരുമാനം നമുക്ക് നേടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനിയും വളരെ പ്രയോജനപ്രദമായിട്ടുള്ളൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഇത് വളരെ ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയെങ്കിൽ, ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം.